സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം മരണം ആവർത്തിക്കുന്ന ഗുരുതരമായ സാഹചര്യം പ്രതിപക്ഷം നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി ഹിപ്പോക്രാറ്റായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയെപ്പോലും അവമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താൻ മനേകാ ഗാന്ധിക്ക് ആരാണ് അധികാരം നൽകിയതെന്നും ചെന്നിത്തല നിയമസഭയിൽ ചോദിച്ചു. അതേസമയം ആലപ്പുഴയിൽ പക്ഷിപ്പനി വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നതല്ലെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ രാജു സഭയെ അറിയിച്ചു. വർക്കലയിൽ വൃദ്ധൻ നായ്ക്കളുടെ ആക്രമണം മൂലം മരണപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നായ ആക്രമണത്തിന്റെ ഗുരുതരാവസ്ഥ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ഇന്നത്തെ സഭാ ബിസിനസ് തിരക്ക് മൂലം നാളത്തേക്ക് അത് മാറ്റുകയായിരുന്നു. കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ഹിപ്പോക്രാറ്റായി മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെപ്പോലും അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താൻ മന്ത്രി മേനകാ ഗാന്ധിക്ക് ആരാണ് അധികാരം നൽകിയതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ആലപ്പുഴയിൽ പക്ഷിപ്പനി പടരുന്നത് നിയന്ത്രണ വിധേയമാക്കിയെന്നും പക്ഷിപ്പനി വൈറസ് മാരകമല്ലെന്നും അത് മനുഷ്യരിലേക്ക് പകരുമെന്ന ആശങ്ക വേണ്ടെന്നും രമേശ് ചെന്നിത്തലയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി കെ രാജു നിയമസഭയെ അറിയിച്ചു. പക്ഷിപ്പനിയിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ കേരളത്തിൽ വേണ്ട സംവിധാനം ഒരുക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സ്വതന്ത്ര വ്യാപാര കരാർ മൂലം സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സർവകക്ഷി സംഘ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർ മാധ്യമങ്ങളിലൂടെ സർക്കാർ നയം പ്രഖ്യാപിക്കുന്ന മാന്യ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എം ഉമ്മറിന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.